എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങൾ നാം പ്രാഥമികമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് നമുക്ക് 4-ാമത്തെ വാക്യത്തിലെ 3-ാമത്തെ വാക്യത്തിലെ ചില കാര്യങ്ങളും അതിനുശേഷം തുടർന്നുള്ള വാക്യങ്ങളും നമുക്ക് പഠിക്കാം. ഇങ്ങനെ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചും സ്വന്ത ജഡമോഹങ്ങളിൽ ജീവിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവര് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു എന്നാണ്. പ്രകൃതിയാൽ തന്നെ അവര് കോപത്തിന്റെ മക്കളാണ്. പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കഠിനമാണ് എന്ന് നമുക്കറിയാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നമ്മൾ റോമാലേഖനത്തില് പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തില് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ ക്രോധം എന്ന് പറയുന്നത് പാപത്തോട് എത്രയോ ശക്തമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പാപത്തോട് വളരെ ശക്തമായ നിലപാടാണ് ദൈവത്തിന് ഉള്ളത്. ക്രോധം, ദൈവക്രോധം, പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ദൈവക്രോധം വസിക്കുന്നതേ ഉള്ളൂ എന്നാണ് നാം വായിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് സ്വന്തം മോഹങ്ങളിൽ നടക്കുന്നു, അതുപോലെ തന്നെ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നു, അതുപോലെ പൈശാചിക നിയന്ത്രണത്തിൽ അവർ നടക്കുന്നു. ഇത് എത്രത്തോളം ദൈവസന്നിധിയിൽ നിന്ദ്യമായ കാര്യമാണ് എന്നുള്ളത് വിശ്വാസഗോളത്തിലുള്ള ആളുകൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ മുമ്പേ എന്നാണ് ഈ കാര്യങ്ങളിലൊക്കെ എഫെസോസിലെ വിശ്വാസികൾ അവരുടെ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും അവരുടെ ജീവിതത്തിലെ ഒരു പ്രായോഗിക യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതെത്രയോ കടുപ്പമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നെങ്കിലും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഈ 3 തരത്തിലുള്ള ജീവിതമാണ് ഒരാൾ നയിക്കുന്നത് എങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് നമ്മളുടെ അവിശ്വാസത്തിന്റെ കാലഘട്ടത്തിൽ, അറിയായ്മയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ജീവിത ശൈലി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും അവയിൽ നടക്കുവാനായിട്ട് നമുക്ക് യാതൊരു അനുവാദവുമില്ല. അങ്ങനെ ഇതേ രൂപത്തിലാണ് നാം ഇപ്പോഴും നടക്കുന്നതെങ്കിൽ പ്രകൃതിയാൽ മറ്റുള്ളവരെ പോലെ കോപത്തിന്റെ മക്കൾ എന്ന് തന്നെയേ നമ്മെക്കുറിച്ചും പറയുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ആത്മാവ് നടത്തുന്നവർ അത്രേ ദൈവത്തിന്റെ മക്കൾ എന്ന റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിന്റെ കാലഗതിയാണോ, ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നോ, ലോകത്തിന്റെ എല്ലാ വഴികളിലും ലോകത്തിന്റെ രീതികളിലും കാഴ്ചപ്പാടുകളിലുമാണോ നാം ജീവിക്കുന്നത്? നമ്മളുടെ ജഡത്തിനും നമ്മുടെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് ചെയ്തുകൊണ്ടാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ അല്ലാതെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ അത് വലിയ ഒരു അപകട സൂചനയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് നാം ഓർക്കണം. പിന്നെ 4-ാം വാക്യം മുതല് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഒരു വിശേഷണ പദം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. കരുണാസമ്പന്നൻ, കരുണയുള്ള ദൈവം എന്നുള്ളതല്ല, മറിച്ച് കരുണാസമ്പന്നനായിട്ടുള്ള ദൈവം എന്നാണ്. നമുക്ക് ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ ദൈവം കരുണാസമ്പന്നനാണ്
എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ ലേഖനത്തില് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന് നമ്മൾ കാണുന്നു. കരുണയുടെ ആധിക്യപ്രകാരം നമ്മളോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത് കരുണാസമ്പന്നത, കരുണയുടെ ആധിക്യം അല്ലെങ്കിൽ മഹാകരുണ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളിൽ തന്നെ ദൈവത്തിൽ പ്രീതികരമാകുന്ന യാതൊരു വക സ്വഭാവ വിശേഷങ്ങളുമില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം ഏകപക്ഷീയമായിട്ടാണ് നമ്മളോടുള്ള ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത്. നമ്മളിൽ എന്തെങ്കിലും ചില നന്മകളൊക്കെ കുറെ ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ് എന്നതിനപ്പുറം നമ്മളുടെ ഗുണവും കൂടിയാണ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ഒരു ഗുണവും ഇല്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഗുണമാണ് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമ്മളെ സംബന്ധിച്ച് ഗുണം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഗുണമല്ല, അത് ദോഷമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ പ്രത്യേകത നമ്മൾ കോപത്തിന്റെ മക്കളാണ് അല്ലെങ്കിൽ ക്രോധത്തിന്റെ മക്കളാണ് എന്ന് മാത്രമേ നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്കുള്ളൂ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ മഹാസ്നേഹം എന്നുള്ളതായിട്ടുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഹാസ്നേഹം. എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തെ മഹാസ്നേഹം എന്ന് പറയുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹം അശേഷം ഇല്ലാതിരിക്കെ നമ്മെ രക്ഷിച്ച് സ്വന്തം പുത്രന്മാരും പുത്രിമാരുമാക്കി തീർക്കുവാനായിട്ട് ദൈവം കാണിക്കുന്ന സ്നേഹത്തെ നമുക്ക് കേവലം സ്നേഹം എന്ന് പറയുവാനായിട്ട് കഴിയില്ല. അതിനെ മഹാസ്നേഹം എന്നേ പറയുവാനായിട്ട് കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മളുള്ള സ്നേഹം മഹാസ്നേഹമായിരിക്കുന്നത്? ആ ഒരു ബോധ്യം, എന്നെ ദൈവം സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മഹാസ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ് എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വേദഭാഗങ്ങളുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവ് പുത്രനെ ഏതുവിധം സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നുവോ അതേ സ്നേഹം കൊണ്ടാണ് പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്നേഹത്തെ മഹാസ്നേഹം എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു വലിയ മഹാസ്നേഹത്തിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായും ഒരു യാഥാർത്ഥ്യമായും തീർന്നാൽ മാത്രമേ ഈ ദൈവത്തെ നമുക്കും അതുപോലെ തിരിച്ചു സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ആ കർത്താവിന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ കാണിക്കുന്നതായിട്ടുള്ള മറ്റൊരു വേദഭാഗമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് പുത്രനെ സ്നേഹിച്ച സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ പുത്രനെ കൈവിടുന്ന സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് അത് ഒരു മഹാസ്നേഹമാണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രോധപാത്രങ്ങളായ നമ്മെ ദൈവം സ്നേഹിച്ച സ്നേഹം, അതുകൊണ്ടാണ് അതിനെ മഹാസ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ജീവൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മഹാസ്നേഹമാണ്. അപ്പോൾ ഈ മഹാസ്നേഹത്തെ യാഥാർത്ഥ്യമായും നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നാം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ
ഈ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയുന്നതല്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുന്നുവെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുവാനായിട്ടുള്ള, ആ ദൈവത്തിന് വിധേയപ്പെടുവാനായിട്ടുള്ള ഒരു വലിയ താല്പര്യം നമ്മളിൽ ഉളവാകുകയും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 5-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തദിനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. അപ്പോൾ നമ്മെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വാക്യത്തിൽ നാം വായിച്ചത് സ്വാഭാവികമായി അല്ലെങ്കിൽ പ്രകൃതിയ കോപത്തിന്റെ മക്കളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും മാറി നമ്മെ ദൈവം കണ്ടാൽ പ്രകൃതിയാൽ നാം കോപത്തിന്റെ മക്കൾ എന്ന് മാത്രമേ നമ്മളെക്കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. എന്നാൽ ക്രിസ്തുയേശുവിൽ നമ്മെ കാണുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിലൂടെ പിതാവ് കാണുമ്പോൾ നമ്മളെ കാണുന്നത് വാത്സല്യത്തോടു കൂടിയാണ്. അതാണ് ക്രിസ്തുയേശുവിൽ വസിക്കുമ്പോൾ നമ്മളിൽ ഉളവാകുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു വാത്സല്യത്തിന്റെ പ്രസക്തി എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ക്രിസ്തുയേശുവിൽ ഉള്ള ആളുകൾ എല്ലാവരും ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ അവകാശികൾ അല്ലെങ്കിൽ പങ്കാളികളാണ്. അതായത് ദൈവിക ജീവന്റെ ഉടമസ്ഥരാണ് അല്ലെങ്കിൽ ഉടയവരാണ്. അപ്പോൾ ആദം ഹൗവമാർക്ക് ദൈവത്തോട് ഏദൻ തോട്ടത്തിൽ പാപത്തിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് മനുഷ്യന് തിരിച്ചു വരാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് അവിടെ വാത്സല്യം ഉടലെടുക്കുന്നത്. കോപപാത്രങ്ങളായിരുന്ന അല്ലെങ്കിൽ കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ വാത്സല്യത്തിന്റെ മക്കളായിട്ട് നമ്മെ തീർത്തിരിക്കുന്നു എന്ന് വരുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ പിതാവ് നമ്മെ ക്രിസ്തുയേശുവിലൂടെ കാണുന്നുണ്ടോ, നാം ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ, അത് വിശ്വാസത്താലാണ് നാം ക്രിസ്തുവിൽ വസിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവജനപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് എങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയും പിതാവ് നമ്മെ ക്രിസ്തുവിലൂടെ കാണുകയും അപ്പോൾ നമ്മളോടുള്ള പിതാവിന്റെ മനോഭാവം എന്ന് പറയുന്നത് കോപത്തിന്റെ മക്കൾ എന്നുള്ള നിലയിലല്ല, മറിച്ച് വാത്സല്യത്തിന്റെ മക്കൾ എന്നുള്ളതാണ്. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹം നമ്മോടും കാണിക്കുന്നു. അപ്പോൾ നമ്മെ വാത്സല്യത്തോടുകൂടി പിതാവ് കാണുന്നു. വീണ്ടും വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തദിനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. എന്തിനാണ് ഇങ്ങനെ ക്രിസ്തുയേശുവിനെ നമുക്ക് വേണ്ടി വിട്ടുതന്ന് ക്രിസ്തുയേശുവിൽ നമുക്ക് വസിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്ന് പുത്രന്മാരാക്കി നമ്മെ തീർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വരും കാലങ്ങളിൽ എന്താണ് കാണിക്കേണ്ടത്? ദൈവത്തിന്റെ കൃപയുടെ അത്യന്തദിനത്തെ കാണിക്കണം. ദൈവം എത്രത്തോളം കൃപയുള്ളവനാണ് എന്നുള്ളത് നിത്യത മുഴുവൻ ദൂതന്മാരും ജീവികളും മൂപ്പന്മാരും അതുപോലെ തന്നെ ഈ കൃപയുടെ അവകാശികളായിട്ടുള്ള നാം എല്ലാവരും അത് കാണുകയും അറിയുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ദൈവിക പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൃപയുടെ അത്യന്തദിനത്തെ നമ്മളുടെ എന്തെങ്കിലും പ്രവൃത്തികളെ കുറിച്ചല്ല, നമ്മളുടെ ഗുണഗണങ്ങളെ കുറിച്ചല്ല. സ്വർഗത്തിലുള്ള പാട്ട് എപ്പോഴും ദൈവത്തിന്റെ കൃപയുടെ അത്യന്തദിനത്തെ കുറിച്ചാണ്. കഴിഞ്ഞ അധ്യായം നാം പഠിച്ചപ്പോഴും ഈ കൃപയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. കൃപാമഹത്വം എന്ന 6-ാം വാക്യത്തിൽ കൃപയുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ കൃപാമഹത്വം, കൃപാധനം എന്ന് നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ കാണുകയുണ്ടായി. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനം. എന്നാൽ ഈ അധ്യായത്തിൽ നാം കൃപയുടെ അത്യന്തധനം എന്നാണ് നാം വായിക്കുന്നത്. കൃപയുടെ അത്യന്ത ധനം. പ്രിയമുള്ളവരെ, കൃപ എന്ന് പറഞ്ഞാൽ തന്നെ അർഹിക്കാത്തതായിട്ടുള്ള ദാനം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ കൃപയെ സംബന്ധിച്ച് 2 വിശേഷണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് അത്യന്തം,
അത്യന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത, നമ്മുടെ കണക്ക് കൂട്ടലിന് അപ്പുറമായിരിക്കുന്ന ഒരു ധനമായിട്ട്, കൃപയുടെ ധനം എന്ന് പറഞ്ഞാലും ഒന്നാമത്തെ അധ്യായത്തിൽ കൃപാധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൃപാമഹത്വം എന്നുമുണ്ട്. ഇവിടെ കൃപയുടെ ധനം എന്നുള്ളതല്ല, കൃപയുടെ അത്യന്ത ധനം. ഇതാണ് വരും കാലങ്ങളിൽ പിതാവ് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് വെളിപ്പാട് പുസ്തകം നോക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തില് അവിടെ എന്താണ് സ്വർഗത്തിൽ സംഭവിക്കുന്നതായുള്ള കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അവിടെ സ്വർഗത്തില് ഒരു പാട്ട് പാടുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് കോപത്തിന്റെ മക്കളായിരുന്ന, കോപപാത്രങ്ങളായിരുന്ന, ക്രോധത്തിന് മാത്രം യോഗ്യരായിരുന്ന ആളുകളെ വിവിധ ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി അവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. ഇതാണ് സ്വർഗത്തിൽ കാണുന്നതായിട്ടുള്ള, യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതായിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് വെളിപ്പാട് എന്ന് പറയുന്നത് ഭാവി കാലത്തിന്റെ ഒരു അവസ്ഥ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാവി കാലത്ത് നാം ഒക്കെയും വീണ്ടെടുക്കപ്പെട്ട് നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ എത്തുമ്പോൾ അവിടെ അവര് ദൂതന്മാർ പാടുന്നതായിട്ടുള്ള ഒരു പാട്ട് ആണ്, അല്ലെങ്കിൽ മൂപ്പന്മാരും ജീവികളും ഒക്കെ പാടുന്നതായിട്ടുള്ള ഒരു പാട്ടാണിത്. അവിടെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപയുടെ അത്യന്തദിനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അത് നിത്യത മുഴുവൻ ദൈവത്തിന്റെ കൃപയുടെ അത്യന്തദിനത്തെ പാടിപ്പുകഴ്ത്തുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ നിത്യതയിൽ സ്വർഗത്തിലുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ക്രിസ്തുയേശുവിൽ, 7-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ നാം എല്ലാവരും ഭൂമിയിലാണ്. നമ്മളെല്ലാവരും അത്യാവശ്യം കോഴിക്കോട് ജില്ലയിലും പിന്നെ എറണാകുളം ജില്ലയിലും ഒക്കെ ഉള്ള ആളുകളാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നാം ഇരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, പിതാവ് കാണുന്നത് നമ്മെ, അതായത് ക്രിസ്തുയേശുവിൽ ഇരിക്കുന്ന ആളുകളെ എല്ലാവരെയും സ്വർഗത്തിൽ ഇരുന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം? നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എഫെസോസിലെ വിശ്വാസികൾ എല്ലാവരും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കഴിഞ്ഞുപോയ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അത് പറയുന്നതിൽ 2 കാരണങ്ങളുണ്ട് പ്രാഥമികമായിട്ടും. ഒന്നാമതായി, ക്രിസ്തുയേശു ഇപ്പോൾ എവിടെയാണ്? നമുക്കറിയാം, ക്രിസ്തുയേശു സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നാം ക്രിസ്തുയേശുവിലാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുയേശു എവിടെയുണ്ടോ അവിടെയാണ് നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ നാം നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട്, നമുക്കറിയാം ദൈവത്തിന് കാലത്തിന്റെ പരിമിതികളില്ല. ഈ കാര്യം ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. കാലത്തിന്റെ പരിമിതികളില്ല. നിത്യത മുതൽ നിത്യത വരെ, അല്ല എങ്കിൽ ഭൂതം ഭാവി വർത്തമാന വ്യത്യാസങ്ങളില്ലാതെ പിതാവിന്റെ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ നിത്യതയിൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഇരിക്കുന്നത് പിതാവ് ഇപ്പോഴേ കാണുന്നുണ്ട്.
അത് പിതാവിന് മറവായിരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഒരു ഭയനിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് സഭകളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ഒരുപക്ഷെ അനേകം ആളുകളെയും പിതാവ് പുത്രനിൽ നിത്യതയിൽ കാണുന്നില്ലാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ക്രിസ്തുവേശുവിലൂടെ കാണാൻ കഴിയുന്ന ആളുകൾ മാത്രമേ ആ വിശ്വാസത്തിൽ, ഈ ലോകത്തിൽ വിശ്വാസത്തിൽ നിലനിന്ന് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ആളുകളെ മാത്രമേ ക്രിസ്തുവേശുവിൽ പിതാവിന് നിത്യതയിൽ ഇപ്പോഴും കാണാനായിട്ട് കഴിയുന്നുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്ക് കാലത്തിന്റെ പരിമിതികളും പരിധികളും ഒക്കെ ഉണ്ട്. എന്നാൽ പിതാവിന് നിത്യതയിൽ പുത്രനോട് കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് ദൈവം സർവജ്ഞാനിയും സർവ്വവ്യാപിയും പിന്നെ കാലത്തിന് അതീതനുമാണ് എന്നുള്ളത് കൊണ്ട്, ആദ്യനും അന്ത്യനുമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവത്തിന് കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മെ പിതാവ് നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്നുണ്ടോ? കാണാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രമേ പിതാവ് നമ്മെ ക്രിസ്തുവേശുവിൽ ഇപ്പോഴും എപ്പോഴും കാണുകയുള്ളൂ. പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ലോകത്ത് ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരെ ക്രിസ്തുവേശുവിൽ വസിക്കുന്നതിനെ കുറിച്ചല്ല, ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നതിനെ കുറിച്ചല്ല, എന്തെങ്കിലും ഒരിക്കൽ ഏറ്റുപറഞ്ഞു സ്നാനപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. അങ്ങനെ ഒരു വാക്യം പോലും നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയില്ല. ക്രിസ്തുവേശുവിലൂടെ നമ്മെ കാണുവാൻ പിതാവിന് കഴിയുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയുടെ അവകാശമുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ മുമ്പാകെ ക്രിസ്തുവേശുവിൽ വസിക്കുന്ന എല്ലാവരും ഇപ്പോഴും സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന അതേ അവസ്ഥയിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനുശേഷം വീണ്ടും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപയെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിലും ഈ അധ്യായത്തിലും നാം കാണുന്നുണ്ട്. ഈ കൃപ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ യാതൊരു വക യോഗ്യതകളും ഇവിടെ ദൈവം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, നഷ്ടപ്പെട്ടവരായി തീർന്നു. എല്ലാവരും കോപത്തിന്റെ മക്കളായിരുന്നു എന്നൊക്കെ ഉള്ളത് നാം കാണുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു യോഗ്യതയും നിത്യതയിലേക്ക് പരിഗണിക്കുവാനായിട്ട് പര്യാപ്തമല്ല, ദൈവം കണക്കിടുന്നുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കൃപയെ സംബന്ധിച്ചും കൃപയുടെ മഹത്വത്തെക്കുറിച്ചും കൃപയുടെ ധനത്തെക്കുറിച്ചും കൃപയുടെ അത്യന്ത ധനത്തെക്കുറിച്ചും ഒക്കെ കൂടെ കൂടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ കൃപ വെളിപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവ് കർത്താവായ യേശുക്രിസ്തുവിനെ കൈവിട്ട് ആ ക്രൂശിൽ ഒരു യാഗമായി തീർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്റെ പുത്രനിലൂടെ ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന കൃപയെ മാത്രമാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ പോലും അടിസ്ഥാനം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൂടാതെ നമ്മെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെട്ടാൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ദൈവം ആ കൃപ എന്ന് പറയുന്നത് ഒരു പ്രായോഗികവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവ് കാണിച്ചിരിക്കുന്നതായുള്ള കൃപ എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും അത് ഒരു തെളിവായി നമ്മൾ അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ പഠിച്ചപ്പോൾ വായിച്ചത് ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള കൃപയെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ആ കൃപയുടെ പ്രായോഗികവൽക്കരണം എന്ന് പറയുന്നത് നമ്മെ തന്നെ താഴ്ത്തി ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കുമ്പോഴാണ് അത് പ്രായോഗികമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്കും ബാധകമായി വരുന്നത്. അപ്പോൾ ആ കൃപ വഴിയാണ് നമുക്ക് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കൃപയാണ് വരുന്നത്.
കൃപ വരണമെങ്കിൽ നാം നമ്മെ തന്നെ താഴ്ത്തുകയും ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയും ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ പൊതുവായിട്ടുള്ള കൃപ എന്ന് പറയുന്നത് മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കൃപ ലഭിച്ചവർക്ക് മാത്രമേ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃപ ലഭിച്ചാൽ എല്ലാവരും വിശ്വസിച്ചു കൊള്ളുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആ കൃപയെ തള്ളിക്കളയുന്ന ആളുകൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഈ ഒരു വാക്യം വളരെ തെറ്റായിട്ട് ക്രിസ്തീയ ലോകത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാണ്. പലരും ഈ ഒരു വാക്യത്തെ പഠിപ്പിക്കുന്നത് ചില വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ ദാനം എന്താണ് എന്നുള്ളതാണ് തർക്ക വിഷയം. അത് വിശ്വാസമാണോ രക്ഷയാണോ എന്നുള്ളതാണ്. അത് വിശ്വാസമാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുണ്ട്. അല്ല, ഈ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് രക്ഷയാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അതിന്റെ മൂലഭാഷയും വ്യത്യസ്തമായിട്ടുള്ള ആധുനിക തർജ്ജമകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, പിന്നെ ബൈബിളിലെ പൊതുപ്രമാണങ്ങളും മറ്റ് വേദവാക്യങ്ങളും ഒക്കെ ആയിട്ട് നാം അതിനെ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അവിടെ വിശ്വാസമല്ല ദൈവത്തിന്റെ ദാനം, രക്ഷയാണ് ദൈവത്തിന്റെ ദാനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്നാമത്, രക്ഷ ദൈവത്തിന്റെ ദാനം എന്നുള്ള ഡയറക്റ്റ് വാക്യങ്ങൾ നമുക്ക് വചനത്തിലുണ്ട്. വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ് എന്നൊരു വാക്യമില്ല. കാരണം നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നുള്ള കൽപ്പന ധാരാളമായിട്ട് പുതിയ നിയമത്തിൽ എല്ലായിടത്തും ഉണ്ട്. വിശ്വസിക്കാത്തതിനെ ശാസിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വാസം ദാനമായിട്ട് നൽകുന്നതാണെങ്കിൽ ആ വിധ നൂറുകണക്കിന് വാക്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്തതായിട്ട് വരുമെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ലഭിച്ച വിശ്വാസം എന്നുള്ള പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യവും കൂടി എടുത്തിട്ട് ആണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പഠിപ്പേരുണ്ടായിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ് എങ്കിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കാതെ ഇരിക്കുന്നതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ദൈവം ആ ദാനം അവർക്ക് കൊടുക്കാത്തതാണല്ലോ. അപ്പോൾ പിന്നെ വിശ്വസിക്കാത്തതിനെ എങ്ങനെ കുറ്റം പറയുവാനായിട്ട് കഴിയും? ദൈവം ദാനമായിട്ട് വിശ്വാസം കൊടുക്കാതെ ഇരുന്നിട്ട് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിത്യശിക്ഷാവിധിയിലേക്ക് വിടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്യന്തിക ഗുണഗണങ്ങളിൽ പെട്ടതായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദാനമാണ് എന്ന് പറയുന്നതില് അവര് ഉന്നയിക്കുന്നതായിട്ടുള്ള മറ്റൊരു വാദം കൂടിയുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് എന്നാണ് അങ്ങനെയുള്ള ആളുകൾ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഭോഷത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ലോകത്തെ തെറ്റിക്കുന്നതിനും വഴിതിരിച്ചുവിടുന്നതിനും ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയുന്നതിനും വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു ക്രിസ്തുവാണ് അവര് ക്രിസ്തീയ ലോകത്തേക്ക് ഇന്ന് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നതിനും അവർക്കൊരു വാക്യമുണ്ട്. ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ അയച്ച അവന്റെ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ഏകവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരത് പറയുന്നത്. എന്നാൽ ബൈബിളിൽ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് വാക്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്താലാണ് നീതീകരണം. അബ്രാഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അവിടെ അബ്രാഹാമിന് ദൈവം വിശ്വാസം ദാനമായി കൊടുത്തു, എന്നിട്ട് ദൈവം ആ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. അവിടെ വിശ്വസിക്കുക എന്നതാണ് പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് എന്നുള്ള നിലയിലല്ല, മറിച്ച് നമ്മളിൽ ആദ്യം ഉളവാകേണ്ടതായിട്ടുള്ള നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമേ അവിടെ അർത്ഥമാക്കിയിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ ഒന്നോ രണ്ടോ വാക്യങ്ങളെ എടുത്തുകൊണ്ട് ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രമേയത്തെ മറിച്ചു കളയുക എന്ന് പറയുന്നത് പിശാചിന്റെ ഈ കാലത്തിലെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. അതിന്റെ പിന്നാലെ പോകുവാനായിട്ടും ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസം, നിങ്ങൾ ആരെങ്കിലും ബൈബിള് ഈ കാലം അത്രയും വായിച്ചിട്ട് വിശ്വാസം എന്ന പ്രവൃത്തിയിലൂടെയാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും
തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് തോന്നുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള തെറ്റായ, വ്യാജമായ, പൈശാചികമായിട്ടുള്ള ഉപദേശത്തിൽ നമ്മൾ ആരും കുടുങ്ങിപ്പോകുവാനായിട്ട് പാടില്ല. ഇതിനെയാണ് വചനത്തെ കോട്ടിക്കളയുക എന്ന് പറയുന്നത്. നേരെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നൂറുകണക്കിന് വാക്കുകളെ തട്ടിക്കളഞ്ഞിട്ട് ഒരു പശ്ചാത്തലത്തിലൂടെ അല്ലെങ്കിൽ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള വാക്യങ്ങളെ എടുത്തിട്ട് അതുകൊണ്ടൊരു ഉപദേശം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. വചനത്തെ കൂട്ടിക്കളയുന്നത് ഈ വിധത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൃപയാലാണ് നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദൈവത്തിന്റെ ദാനമാണ് രക്ഷ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് അത് ദാനമാകുന്നത്? നമുക്കറിയാമല്ലോ, ദൈവം നമുക്കത് ദാനമായിട്ട് നൽകി, എന്നാൽ അതിനൊരു വലിയ വില കൊടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇപ്പോൾ വായിച്ചപ്പോൾ തന്നെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വിലയ്ക്ക് വാങ്ങി, അല്ലെ? 9-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഒരു വില നമ്മളുടെ രക്ഷയ്ക്കുണ്ട്. എന്നാൽ ആ വില കൊടുത്തത് ത്രിയേക ദൈവമാണ്. നാം ആ വില കൊടുത്തിട്ടില്ല, നമുക്ക് ആ വില കൊടുക്കുവാനായിട്ട് കഴിയുന്നതുമല്ല, വിലയില്ലാത്തതല്ല. ദൈവം അത് സൗജന്യമായി നമുക്ക് നൽകുവാനുള്ള കാരണം എന്ന് പറയുന്നത് അത് വില കൊടുത്തു വാങ്ങുവാൻ മനുഷ്യന് ശക്തനല്ല, മനുഷ്യനെ കൊണ്ട് അത് സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് വില കൊടുത്തു വാങ്ങുവാൻ കഴിയുന്നത് എല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും വില കൊടുത്തു വാങ്ങുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഒരുപക്ഷെ ഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ക്രിസ്തീയ സഭകളിലും വില കൊടുത്ത ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കാം എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും, നേരിട്ടോ പരോക്ഷമായോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം നമുക്കിന്ന് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. അതൊരു വലിയ പൈശാചിക കെണിയാണ് എന്ന് നമുക്കറിയാം. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും വില കൊടുത്ത് വാങ്ങിക്കുവാനായിട്ട് കഴിയുകയില്ല. മനുഷ്യന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് അത് ആർക്കും കൊടുത്തു തീർക്കാനായിട്ട് കഴിയുകയില്ല. അത് വിലയേറിയത്, വിലമതിക്കുവാൻ കഴിയാത്തത് എന്നാണ് സങ്കീർത്തനക്കാരൻ തന്നെ പഴയ നിയമത്തിൽ നമ്മളോട് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് വിലയില്ലാത്തതല്ല, പക്ഷെ വില കൊടുത്തത് മറ്റൊരാളാണ് എന്ന് മാത്രമേ ഉള്ളൂ. വിലയുണ്ട്. ആ വില കൊടുത്തതിന് ശേഷം നമുക്ക് ആ രക്ഷ സൗജന്യമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. നമുക്ക് നേടാൻ കഴിയാത്ത, നമുക്ക് ആർജിക്കാൻ കഴിയാത്ത, നമുക്ക് സമ്പാദിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യം ആ വില കൊടുത്ത് നമുക്ക് ആ ഒരു കാര്യം ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ രക്ഷയാണ് നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. ഈ രക്ഷയിൽ നമ്മളുടെ യാതൊരു പ്രവൃത്തിയുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, അവിടെയും ആളുകൾക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് എന്ന് അവരുടെ പഠനങ്ങൾ നാം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ധാരാളം യഹൂദന്മാർക്ക് ധാരാളം പ്രവൃത്തികൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ യാഗങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, ദശാംശം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് ചടങ്ങുകൾ, പരിച്ഛേദന ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തോടു കൂടി അവസാനിപ്പിച്ചു. അപ്പോൾ ആ പ്രവൃത്തികളിലൂടെ പാപമോചനവും രക്ഷയും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യന് പോകുവാനായിട്ട് പാടില്ല എന്നുള്ളത് അതിന്റെ ഒരു കാര്യം. അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യവും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിലും എല്ലാ മതങ്ങളിലും പെട്ടതായിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇത് മാത്രമല്ല, ഇതിന്റെ അടുത്ത വാക്യം, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ സൽപ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സൽപ്രവൃത്തികളാലും നിങ്ങളെ രക്ഷിച്ചതല്ല, പക്ഷേ നിങ്ങൾ സൽപ്രവൃത്തികൾക്കായിട്ട് രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രമേയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ, അതിന്റെ നിഷ്കളങ്കതയിൽ, നിഷ്പക്ഷതയിൽ ശുദ്ധമായി നാം മനസ്സിലാക്കേണ്ടത്
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.